ഇന്ന് നമ്മൾ ദുബായ് ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടി പോവാണ്. ദുബായ് ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയിട്ട് ഏകദേശം തീരാറായി. ലാസ്റ്റ് വീക്കിലാണ് കേട്ടോ നമ്മൾ ഇത്തവണ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ ഇത്ര ലേറ്റ് ആയിട്ട് ആദ്യമായിട്ടാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ പവലിയനിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ത്യയുടെ പവലിയനിൽ കയറിയിട്ടേ വേറെ എല്ലായിടത്തും കയറൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തവണ ഭയങ്കര ഭംഗിയിലാണ്, നമ്മുടെ രാജസ്ഥാനിലെ ഹവാമഹലിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത്തവണ ഇവരിത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇന്ത്യയുടെ പവലിയൻ ഭയങ്കര സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട്. നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര പെർഫെക്റ്റാണ് കാണാൻ വേണ്ടി. അപ്പം നമ്മളിതേ ഇന്ത്യയുടെ പവലിയനിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ കൾച്ചർ, അതേപോലെ നമ്മുടെ ഡ്രസ്സിങ്, ആ രീതിയിലുള്ള തിങ്സാണ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടുക. പിന്നെ ഒരുപാട് ജുംക്കാസ്, അങ്ങനെ ബാംഗിൾസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ വന്ന സമയത്തൊരു 6:30-ക്കാണ് കേട്ടോ വന്നത്. ഇവിടെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ആക്കുക. പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ വെയിലായിരിക്കും. ഇവിടെ ഒരു ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ഈ പവലിയനിലൊക്കെ കയറുമ്പോൾ നമ്മളൊരു 6:30 കഴിഞ്ഞിട്ട് കയറുന്നതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാം നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ പിന്നെ നമുക്ക് ഇന്ത്യയിലുള്ള പോലെ നമുക്കിപ്പം വിഗ്രഹങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഹെയർ ഓയിൽസ് ഒക്കെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ചേച്ചി ഇവിടെ നിന്നിട്ട് ഹെയർ ഓയിൽസ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. നമ്മുടെ UAE ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഹെയർ ലോസ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഓരോ പവലിയനിലും നമുക്കിങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടക്കും കേട്ടോ. 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് അങ്ങനെ ഇടവിട്ടിട്ട് അവരിങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടത്തും. അപ്പം നമ്മൾ ഇന്ത്യയുടെ പവലിയനിൽ മാത്രം നമ്മൾ പ്രോഗ്രാം കണ്ടില്ല. അതിൻ്റെ ടൈമിങ് എവിടെയെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ ഇന്ത്യയുടെ പ്രോഗ്രാംസ് ഒന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഇന്ത്യയുടെ പവലിയനെല്ലാം കണ്ടു കഴിഞ്ഞു. മുഴുവനൊന്നും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഒരുപാട് നടന്ന് കാണാനും കുറേ തിങ്സ് വാങ്ങാനുള്ള പ്ലേസുകളാണ്. പിന്നെ കാരിക്കേച്ചേഴ്സൊക്കെ വരയ്ക്കേണ്ടവർക്കൊക്കെ അങ്ങനെ വരയ്ക്കാനൊക്കെ ഉള്ള പ്ലേസൊക്കെ ഉണ്ട്. ടാറ്റു ചെയ്യേണ്ടവർക്ക് ടാറ്റു ചെയ്യാം, അങ്ങനത്തെയൊക്കെ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ഒരു 27 കൺട്രീസിൻ്റെ പവലിയനാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം മുഴുവനൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് പവലിയൻസിലാണ് കയറുക. ഇപ്പം നമ്മൾ ഇന്ത്യ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പവലിയനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ തന്നെ മറ്റേ ഇന്ത്യൻ ചാറ്റ് സെൻറ്റർ ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തേക്കും നടന്നു പോയായിരുന്നു. ലാസ്റ്റ് നമ്മളൊരു ചീസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് മേടിച്ചത്. അത് കഴിഞ്ഞ് നമ്മളിനി ഏത് പവലിയൻ കാണും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാംസ് ഉള്ള പവലിയനിൽ കയറിയാൽ കുറച്ചുകൂടെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കും. ഒരുവിധം എല്ലാ കൺട്രിയുടെയും റെസ്റ്റോറൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ
ഗ്ലോബൽ വില്ലേജ് സീസണലാണ്. അപ്പോൾ ഇത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ ഒരു 6 മന്ത്സിലേക്ക് മാത്രമാണ് ഓപ്പൺ ആയിരിക്കുക. പക്ഷേ ഇവിടെ UAE ഇത്തവണ ഫ്ലഡൊക്കെ വന്നത് കാരണം ഇതിപ്പോൾ മെയ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ആഫ്രിക്കയുടെ പവലിയനിലേക്കാണ് പോകുന്നത്. ഇന്ത്യയുടെ പവലിയൻ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ആഫ്രിക്കയുടെ പവലിയനിലേക്കാണ് കയറുന്നത്. ഈ പവലിയനിലും ഇവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള തിങ്സ്, ഡ്രസ്സ്, അങ്ങനെ സ്റ്റാച്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവരുടെ ഈ പവലിയനിൽ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇവരുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ പവലിയനിൽ നിന്ന് ഇറങ്ങുകയാണ്. ഫുള്ളൊന്നും കണ്ടില്ല, കുറച്ചിങ്ങനെ കയറി കണ്ടിട്ട് ഇറങ്ങി. ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെയിൻ സ്റ്റേജ് ഉണ്ട്, അവിടെ പ്രോഗ്രാംസ് ഉണ്ട്. മെയിൻ സ്റ്റേജിൽ ഇങ്ങനെ 20 മിനിറ്റ്സ് ഇടവിട്ട് ഓരോ പ്രോഗ്രാംസ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ അർബൻ ക്രൂവിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത പവലിയൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോയത് യൂറോപ്പിൻ്റെ പവലിയനിലേക്കാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴും അവരുടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ അമേരിക്കയുടെ പവലിയനിലേക്കാണ് കയറിയത്. ഇവിടെ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് വണ്ടേഴ്സ് ആണ്. അത് മറ്റേ വിച്ചസ് ആൻഡ് വിസാർഡ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഹാരി പോട്ടർ ക്യാരക്ടേഴ്സിനെയൊക്കെ കാണാൻ പറ്റും. ഡോബിയും ഹെഡ്വിക്കും അതൊക്കെ നമുക്ക് ഇവിടെ അതിൻ്റെ ടോയ്സൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹാരി പോട്ടറിൽ പറയുന്ന വാൻസ്, മാജിക്കൽ വാൻസ് ഒക്കെ
അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഹാരി പോട്ടറിലെ ടീഷർട്ട്സ് കാര്യങ്ങൾ അതെല്ലാം വാങ്ങിക്കാനുള്ള പ്ലേസാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തും കുറേ തിരക്കാണ് കേട്ടോ, ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ കുറേ ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും തുറന്നു നോക്കി, കൂട്ടത്തിൽ ഞാനും തുറന്നു നോക്കി. അപ്പോൾ അതിലൊന്നുമില്ല കാര്യമായിട്ട്, ജസ്റ്റ് ഒരു ഡയറി ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അമേരിക്കയുടെ പവലിയനിൽ വന്നപ്പോഴും അവിടെ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ കറക്റ്റ് ഒരു 20 മിനിറ്റ്സ് ഗ്യാപ്പിലാണ് വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴും അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ചൈനയുടെ പവലിയനിലേക്കാണ് പോയത്. ഇതും അത് ഏകദേശം നല്ലോണം വലിയൊരു പവലിയനാണ്. ഫുഡ്സൊക്കെ ഓൾമോസ്റ്റ് റേഞ്ച് ഇപ്പോൾ ജ്യൂസ് ആണെങ്കിലും ഫുഡ്സ് ആണെങ്കിലും എല്ലാം ഒരു 30-35 ദിർഹംസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ചൈനീസിൻ്റെയൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സും അങ്ങനെ ഇവരുടെ ഡ്രസ്സ് അങ്ങനത്തെ എല്ലാ പവലിയനിലും സെയിം ആണ്. നമ്മളിപ്പോൾ അവരുടെ ടൈപ്പ് ഫുഡ്സ്, അവരുടെ ഡ്രസ്സ്, പെർഫ്യൂംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓരോ പവലിയനിലുള്ളത്. നമ്മൾ ചൈനയുടെ പവലിയൻ കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ മാർക്കറ്റിലേക്ക് കയറിയായിരുന്നു. ഇവിടെ കുറേയധികം ക്യാൻഡീസിൻ്റെ സ്റ്റാച്യൂസൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെയാണ് ഇവരിങ്ങനെ റെയിൽവേ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് പോലെ തന്നെ അങ്ങനെ ഒരു സെക്ഷനിലാണ് ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നിറയെ ഇങ്ങനെ ഡോണട്ട്സിൻ്റെ അങ്ങനെ കുറേ ഐസ്ക്രീംസിൻ്റെ ഒക്കെ ഇങ്ങനെ സ്റ്റാച്യൂസ് വെച്ചിട്ടാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും ഈ റെയിൽവേ മാർക്കറ്റിൽ ക്യാൻഡീസിൻ്റെ സ്ട്രക്ചേഴ്സാണ് കാണാൻ വേണ്ടി പറ്റുക. കിഡ്സിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ, കാരണം ഫുള്ള് ഇങ്ങനെ ക്യാൻഡീസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണല്ലോ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്കായിട്ടുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റുള്ള എൻട്രൻസ് ഫീ അല്ല, എല്ലാത്തിനും സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പോവുക. അടുത്തത് നമ്മൾ ജപ്പാൻ്റെ പവലിയനിലേക്കാണ് കയറിയത്.
ഈ പവലിയനിലും സെയിമാണ് അവരുടെ ഡ്രസ്സ്, അതേപോലെ തന്നെ പെർഫ്യൂംസ്, കോസ്മെറ്റിക് ഐറ്റംസ് അതൊക്കെയാണ് ഉള്ളത് ഇതിൻ്റെ അകത്തുള്ളതും. ജപ്പാൻ്റെ പവലിയൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്കിങ്ങനെ റൈഡ്സ് ഒക്കെ ഉള്ളത്. കുട്ടികൾക്കുള്ള റൈഡ്സും കാര്യങ്ങളും ആ ഒരു പ്ലേ ഏരിയ ഉള്ളത് അവിടെ തന്നെയാണ്. ഇവിടെ അതേപോലെ തന്നെ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ട്. നമുക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഇവിടെ പിന്നെ ഹൗസ് ഓഫ് ഫിയർ ഉണ്ട്. അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 150 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു സ്മോക്കി ബൈറ്റ്സും അതേപോലെ സ്മോക്കി മൊയ്റ്റോ ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കിഡ്സിന് പറ്റിയിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് അവർ എൻഗേജ്ഡ് ആയിരിക്കാൻ പറ്റിയിട്ടുള്ള കുറേ ടൈപ്പ് ഗെയിംസ് ആണുള്ളത്. പിന്നെ നമുക്കിങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ 20 മിനിറ്റ്സ് കൂടുമ്പോൾ നടക്കുവാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും മലായ് ഡാൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് തായ്ലൻഡിലെ പവലിയനിലാണ്. അതും പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കാരണം അവിടുത്തെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇവിടെ നമ്മൾ ശരിയാണ്, നമ്മളിതിൽ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജുകളൊന്നും കണ്ടില്ലായിരുന്നേ. അപ്പം നമ്മൾ തായ്ലൻഡിൽ പ്രോഗ്രാം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മെയിൻ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഫയർ വർക്ക്സ് 9 o'clock ആകുമ്പോൾ സാറ്റർഡേ വീക്കെൻഡ്സിൽ ഫയർ വർക്ക്സ് നടക്കും.
അടുത്തത് ഇവിടെയുള്ള ഒരു മെയിൻ അട്രാക്ഷൻ ബിലീവ് ഇറ്റ് ഓർ നോട്ടാണ്. അത് നമുക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൽ കയറി കാണാം കേട്ടോ. അതും സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. അതിലിങ്ങനെ ഒരു ഹ്യൂമൻ ബോഡി ഇങ്ങനെ ബ്രേക്ക് ആവുന്നതും അതേപോലെ തന്നെ തിരിച്ച് ജോയിൻ്റ് ആവുന്നതും ആയിട്ടുള്ളൊരു ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ സ്റ്റേജിൽ നെക്സ്റ്റ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ കൊറിയയുടെ പവലിയനിലാണ് കേട്ടോ കയറിയത്. എല്ലായിടത്തും ജസ്റ്റ് ആ ഒരു കുറച്ചൊന്ന് ചുറ്റി വരാമെന്നേ ഉള്ളൂ. മുഴുവനായിട്ടൊന്നും കയറി ഇറങ്ങിയില്ല. കാരണം ഒരുപാട് നടക്കാനുള്ളത് കൊണ്ടേ നമുക്ക് 1 മണി വരെ ടൈമുണ്ട് വീക്കെൻഡ്സിൽ. അപ്പം നമ്മൾ എന്തായാലും 1 മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പം അതുവരെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പോയത്. നമ്മൾ കുറേ ഇങ്ങനെ നടന്നു കഴിയുമ്പോഴേ നമ്മളുടെ കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഇവിടെ അത്രത്തോളം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ആകെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്റ്റേജിൽ എപ്പോഴും പ്രോഗ്രാംസ് നടക്കും. അപ്പോൾ നമുക്ക് കുറേ നേരം മെയിൻ സ്റ്റേജിൽ പോയിരുന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം കാണുകയും ചെയ്യാൻ നമുക്ക് റെസ്റ്റും കിട്ടും. അങ്ങനെ മെയിൻ സ്റ്റേജിലെ പ്രോഗ്രാംസ് ഒക്കെ തീർന്നു. 12 മണി കഴിഞ്ഞു. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മളിത് ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു എൻറ്റയർ വ്യൂ ആണിത്. അപ്പം നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുകയാണ്. പക്ഷെ നമ്മളിതിൽ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് ടർക്കിഷ് കോഫിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് കോഫി സെർവ് ചെയ്യുന്നത് ഇവിടെ. നമ്മൾ വന്ന വഴിയുടെ നേരെ തന്നെ നടക്കുമ്പോൾ പിന്നെയും നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫിയസ്റ്റ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെറിയ ചെറിയ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഫുഡ് കിട്ടുന്നതൊക്കെ. പിന്നെ അതേപോലെ UAEയുടെ പവലിയനൊക്കെ ഇവിടെയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തൊന്നും കയറിയില്ല. നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അവസാനം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടുപിടിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടമായി പോയേനെ കേട്ടോ ഇത്രയും നേരം നടന്നിട്ട്. കാരണം ഇവിടെ ഈ ഒരു ലേക്കിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സൂപ്പറായിട്ട് കിട്ടും ഫോട്ടോസ് എല്ലാം. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ.
അപ്പോൾ ഇതായിരുന്നു നമ്മൾ കാണാൻ വന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്ന് നോക്കിയായിരുന്നു. കാരണം ഇവിടെ ഫുള്ള് ഫുഡ്സാണ്, വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. സമയം ഏകദേശം 12:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പം ഞങ്ങൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നിട്ട് പിന്നെ നിർത്തിയായിരുന്നു. ഈ വഴി നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാരണം ചുറ്റും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ലേക്കിൻ്റെ അപ്പുറത്താണെങ്കിലും കുറേ പവലിയൻസ് എല്ലാം കാണാം. അതേപോലെ ഇപ്പുറത്താണെങ്കിൽ ഭയങ്കര ലൈറ്റിങ് ചെയ്ത കടകളൊക്കെയാണുള്ളത്. ഇവിടെ ഓരോ കൺട്രീസിൻ്റെയും പവലിയൻസ് ഒക്കെ വെച്ചേക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. ഏറ്റവും അധികം ഇറാൻ്റെയൊക്കെ പവലിയനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പോൾ ഇറാൻ്റെ പവലിയനാണ്. അപ്പം നമ്മളിതേ എക്സിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 1 മണിയായി. ബാക്കി എല്ലാ പവലിയനിലെയും ലൈറ്റ്സ് ഒക്കെ ഓഫായി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 2024 ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്സ് കമൻസ് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.